ഹെറോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, അപകടം മനസ്സിലാക്കി വഴിമാറി പോകുന്നവനാണ് ജ്ഞാനി. അപകടം മനസ്സിലാക്കി വഴിമാറി പോകുന്നവനാണ് ജ്ഞാനി. നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിലാണ്. ഈ ഒരു വർഷം നമ്മൾ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നടത്തം ദൈവം ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കാനുള്ള ദിവസമാണിത്. എന്തെങ്കിലും മേഖലകളിൽ ഇതേ വഴി മുന്നോട്ട് പോയാൽ അപകടമുണ്ടെന്നറിഞ്ഞാൽ അത് തിരുത്തി പുതുവഴി കണ്ടെത്താനുള്ള മണിക്കൂറുകളാണ്. അപകടം ഈ കാലയളവിൽ നമ്മെ കാത്തിരിക്കുന്നത് ദൈവവിശ്വാസമില്ലാത്ത ഒരു തലമുറയിലേക്ക് കാലം മാറാൻ പോവുകയാണ്. ദൈവവിചാരം സാവധാനം നഷ്ടപ്പെട്ട് വിശാല ബോധമെന്നും മാനവികതയെന്നും ഒക്കെ പറഞ്ഞ് ചില തത്വചിന്തകളാൽ പുതുതലമുറ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇവിടെ ഹെറോദേസിന്റെ മനോഭാവം പരിശോധിച്ച് നമ്മുടെ നിലപാടുകളെ ഒന്ന് മനന വിഷയമാക്കുന്നത് നന്നായിരിക്കും. ഈ അന്ത്യദിനത്തിൽ, ഒരു വർഷത്തിന്റെ അന്ത്യദിനത്തിൽ ഹെറോദേസിന്റെ സംസാരം കേട്ടാൽ ഇവനോളം യേശുവിനോട് താല്പര്യമുള്ള വേറെ ആരായി ലോകത്തുള്ളൂ തോന്നിപ്പോകും. ഈശോയോട് ഇത്രമാത്രം താല്പര്യമുള്ളവരാണ്. ജ്ഞാനികളോട് പറയണം, നിങ്ങൾ പോയി കണ്ട ശേഷം എന്നോട് വന്ന് പറയാൻ മറക്കരുത്, എനിക്ക് പോയി ആരാധിക്കണം. യേശുവിനോട് വലിയ സ്നേഹമാണെന്നാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ യേശുവിനെ കൊല്ലാനാണ് അവന്റെ പദ്ധതി. യേശുവിനോട് വലിയ പ്രണയമാണെന്നാണ് അവൻ ധരിപ്പിക്കുന്നത്. പക്ഷേ യേശുവിനെ കൊല്ലാനാണ് അവന്റെ മനസ്സിലിരിപ്പ്. നമ്മിൽ അനേകം പേർക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു അപാരമായ പ്രതിസന്ധിയാണിത്. ദൈവത്തിന്റെ സംരക്ഷകരെന്ന് അവകാശപ്പെട്ട് ന്യായവാദങ്ങൾ ഉയർത്തി കോലാഹലങ്ങൾക്ക് പോലും തയ്യാറെടുക്കുന്നവർ അറിയുന്നില്ല തങ്ങൾ ദൈവത്തെ കൊല്ലുകയാണെന്ന്. കാര്യഗൗരവത്തോടെ കേട്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഹെറോദേസിന്റെ പുനരവതാരങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം മനുഷ്യർ. ദൈവത്തിന് വേണ്ടി എന്ന വിധം ന്യായവാദങ്ങൾ നിരത്തി അനേകം അനുയായികളെ സൃഷ്ടിക്കുന്ന സാമൂഹ്യ മാധ്യമ വക്താക്കളുണ്ടെന്നോ കേട്ടിരിക്കാൻ നമുക്ക് കൊതി തോന്നുന്ന ധാരാളം മധുരവാക്കുകൾ കൊണ്ട് അനേകം ഫോളോവേഴ്സിനെ സൃഷ്ടിച്ച ധാരാളം യൂട്യൂബർമാരും വ്ളോഗർമാരെല്ലാം ഒടികുത്തി വാഴുന്ന ഒരു കാലമാണ്. വല്ലാതെ നമ്മൾ ആകർഷിച്ചു പോകും. ഇത് വലിയ ബോധനമാണല്ലോ എന്ന് കരുതി നമ്മൾ കൊതിയോടെ റീലുകൾ ഓരോന്ന് മാറി മാറി കേട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർ വളരെ വിഖ്യാതനായ ഒരു സഞ്ചാരി ഉണ്ടല്ലോ, അയാൾക്ക് കോടിക്കണക്കിന് ആരാധന. ലോകം മുഴുവനും നടന്ന് സകല പരിജ്ഞാനങ്ങൾ സ്വന്തമാക്കി ഏത് മുക്കിലും മൂലയിലും ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ വളരെ കൃത്യമായി ആധികാരികമായി പറയുന്ന ഒരു സഞ്ചാരി. ആർക്കും കൊതു തോന്നും കൂടെ കൂടാനും കേൾക്കാനും. പക്ഷേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിരീശ്വരത്വമാണ്. നിരീശ്വരത്വം. ഹെറോദേസിനെ പോലെ വലിയ പ്രളയമുള്ളതുപോലെ നമ്മൾ കേട്ടിരിക്കും. പക്ഷേ പതുക്കെ പതുക്കെ ഈ ഫോളോ ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ ഈ മാനവികതയെന്നും വിശാലബോധമെന്നും എല്ലാം പറഞ്ഞ് എല്ലാ മനുഷ്യരും ഒന്നാണെന്നൊക്കെയുള്ള വിചാരത്തോടെ മുന്നോട്ട് പോയി ഈ നാട് വികസിക്കുന്നതും റോഡ് നന്നാകുന്നതും തൊഴിൽ ലഭിക്കുന്നതും ഒക്കെയാണ് മാനവികത എന്ന വിചാരമുണ്ടാകും. അങ്ങനെ ലോകത്തിൽ ലോകോത്തരമായി നമ്മുടെ നാടും മാറാനുള്ള വേദാന്തങ്ങൾ കേട്ട് നമ്മളിങ്ങനെ ഓരി ധരിച്ച് വീണ്ടും വീണ്ടും
പക്ഷേ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മതത്തിനെതിരെ ദൈവത്തിനെതിരെയുള്ള ഒളിയമ്പുകളാണ്. അപ്പോൾ ജ്ഞാനികൾ തീരുമാനിക്കുക, പുതുവർഷത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മിൽ നിന്ന് ദൈവവിചാരം നാം അറിയാതെ ഓട്ടിക്കളയുന്ന ബോധനങ്ങളുടെ അടിമകളാവരുത്. നമ്മിൽ നിന്ന് ദൈവവിചാരവും മതവിചാരവും അനുഷ്ഠാനങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കളയുന്ന ആളുകളുടെ അനുയായികളാവാനല്ല നമ്മുടെ വിളി. വരും കാലങ്ങളിൽ ദൈവമെന്നത് ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന ഒരു ബിംബത്തെ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് തുറച്ചു നീക്കണമെന്ന് തീരുമാനമെടുത്തൊരു ഭരണകൂടം വന്ന് വരുത്തി വയ്ക്കുന്ന മാറ്റം വരും തലമുറയിൽ കുഞ്ഞുങ്ങൾക്ക് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ആരെന്നറിയാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. തർക്കം വേണ്ട. മഹാത്മാഗാന്ധിയെ ഗോഡ്സെ കൊന്നില്ലായിരുന്നെങ്കിൽ ഇവിടെയുള്ള മുസ്ലിമുകളൊക്കെ നമ്മുടെ ഭാരതത്തിലുള്ളവരെല്ലാം മുസ്ലിമുകളായി മാറിയതിന് മക്കയിലും മദീനയിലും പോയി പ്രാർത്ഥിക്കേണ്ടി വന്നതിന് എന്തെല്ലാം പറയുന്ന ആളുകൾക്ക് ധാരാളം ബോധമുണ്ട്. ഗോഡ്സെയാണ് ദൈവമായി മാറുന്നത്, മഹാത്മാവ് ഇല്ലാതാവുകയാണ് എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തെ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മോചിപ്പിച്ച ക്രിസ്തുവിന്റെ ബോധനങ്ങളെ കുഴിച്ചു മൂടുകയാണ് അനേകം. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇടയ്ക്ക് പറയാറ്, അതായത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനുള്ളതൊക്കെ പറയും. ആ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. വെറുപ്പിന്റെ കമ്പോളമാണ് ഇവിടെ, വെറുപ്പിന്റെ കമ്പോളം. പരസ്പരം എത്രമാത്രം വൈരത്തിൽ മനുഷ്യരെ ആക്കാമെന്ന് ചിന്തിച്ച് തപസയിക്കുന്ന മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടികളും ലോക നേതാക്കളുമാണ് ഈ രാജ്യത്ത്. എങ്ങനെ മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു വിദേശ നയം വാണ രാജ്യമാണിത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ തേരോട്ടം അങ്ങനെയാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അങ്ങനെ മനുഷ്യരെ എങ്ങനെ തമ്മിലടിപ്പിക്കാം, സമുദായങ്ങളെ എങ്ങനെ വിരുദ്ധചര്യയിൽ നിർത്താം, മതങ്ങളെ എങ്ങനെ ശത്രുതയിൽ നിർത്താം എന്നതാണ് ഇന്നത്തെ ലോക നേതാക്കളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ തുടങ്ങി ഇങ്ങോട്ട് മത നേതാക്കളുടെ പോലും നിലനിൽപ്പിന് വേണ്ടി അവർ എടുത്തിടുന്ന ഇരയാണ്. മനുഷ്യനെ തമ്മിലടിപ്പിച്ച് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്ന വിരുദ്ധബോധം. ദൈവം ഈ സെന്റ് അഗസ്റ്റിന്റെ വിഖ്യാതമായ ഒരു നിരീക്ഷണമുണ്ട്. അതായത് ബൈബിൾ വായിച്ചു 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 നമ്മൾ അതിൽ നിന്ന് സ്നേഹം ഊറ്റിയെടുക്കണം എന്ന്. ബൈബിൾ വായിച്ചു 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 നമ്മൾ അതിൽ നിന്ന് സ്നേഹം ഊറ്റിയെടുക്കണം. ബൈബിളിൽ ഏതെങ്കിലും കോണിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരു ശത്രുതയുടെ ധ്വനി കേട്ടാൽ അത് തെറ്റാണെന്ന് തീരുമാനിക്കും. അത് കൊട്ടിക്കോഴിച്ച് നടക്കരുത്. തെറ്റ് വരാം, എവിടെയെങ്കിലും തെറ്റ് വരാം, ആർക്കും തെറ്റ് വരാം. ബൈബിളിനുള്ളിൽ പോലും തെറ്റ് കിടന്നുകൂടാ. കാരണം ദൈവമാണ് വെളിപ്പെടുത്തിയെങ്കിലും മനുഷ്യനാണല്ലോ എഴുതിയത്. അപ്പൊ നമ്മൾ ഒരു വാക്കിലോ കാര്യത്തിലോ തൂങ്ങിക്കിടന്ന് ശത്രുതയിലേക്ക് പോകരുത് ഒരു മതത്തോട്. അപ്പോൾ ഈ ബൈബിളിൽ എവിടെയെങ്കിലും നമുക്ക് വായിച്ചു വരുമ്പോൾ ആരോടെങ്കിലും അകലം തോന്നുന്ന ഒരു ബോധം കിട്ടിയാൽ ഇതിൽ തെറ്റുകൊണ്ടിരിക്കണം ആദ്യം. എന്നിട്ട് വീണ്ടും വീണ്ടും വായിച്ച് 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 അതിൽ പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്നേഹ സന്ദേശം ഊറ്റിയെടുക്കണം. അപ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്ന് വിശ്വാസധാരയിൽ നിന്ന് നഷ്ടപ്പെടുത്തുക എന്നാൽ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനികളായി തുടരും. പക്ഷെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലും മനസാക്ഷിയിലും ശത്രു കടന്നുപോകും. വിദ്വേഷം, പക, വെറുപ്പ്, അകലം, ഐക്യമില്ലാതാക്കുക. ഇതാണ് ശത്രുവിന്റെ വിതച്ച വിത്ത്. ശത്രു വിതച്ചിട്ട് പോയതാ ശത്രുത. അപ്പോൾ അറിയുക, നമ്മൾ ഈ സാമൂഹ്യ മാധ്യമ ലോകത്ത് ഫോളോ ചെയ്യുന്ന ആൾ ഹെറോദേസിന്റെ മനസ്സിൽ ചിന്തിക്കുക. ഒരുപാട് ധാർമ്മിക പ്രബോധകരുണ്ട്. വിവിധ മതങ്ങളുടെ പഠനങ്ങളെല്ലാം നമുക്ക് കാര്യമായി തോന്നുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. വളരെ മതപണ്ഡിതന്മാർക്ക് കാരണം അങ്ങനെ ഇന്ന് നമ്മുടെ സഭയെ ഉൾപ്പെടെ ലോകത്തെ രാജ്യങ്ങളെ ഉൾപ്പെടെ ഇസ്രായേലിനെ പാലസ്തീനെ ഉൾപ്പെടെ ഇത്രമാത്രം വൈരത്തിൽ എത്തിച്ചത് ഈ സാമൂഹ്യ മാധ്യമ പിശാചിന്റെ ഇടപെടലുകളാണ്. സാമൂഹ്യ മാധ്യമ പിശാചിന്റെ ഇടപെടലാണ് മനുഷ്യന് വരുമ്പോൾ ഒരു അടിസ്ഥാന ബോധം ക്രിസ്ത്യാനികളായ നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം നമുക്ക് ആരോടെങ്കിലും ശത്രുത തരുന്നതാണെങ്കിൽ, ആരോടെങ്കിലും അകലം തോന്നിപ്പിക്കുന്നതാണെങ്കിൽ, ആരോടെങ്കിലും ചെറുത്തു നിൽക്കാൻ തോന്നിപ്പിക്കുന്നതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. സാഹോദര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു ബോധനം, നമ്മുടെ സമാധാനം കളയുന്ന, ഉറക്കം കളയുന്ന ഒരു തീരുമാനവും ആരെടുത്താലും ദൈവത്തിൽ നിന്നല്ല. സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിരുദ്ധ ചേരിയിൽ അവരെ ആക്കിക്കൊണ്ട് നിലനിൽപ്പിന്റെ ആളുകളാണ് ഇങ്ങനെയുള്ള ബോധനങ്ങൾ കൊണ്ട്. അവരുടെ രാഷ്ട്രങ്ങൾ യുദ്ധങ്ങളിലേക്ക് പോകും.
ഇവിടെയാണെങ്കിൽ ഇസ്ലാം വിരോധമൊക്കെ ശക്തമായി ക്രിസ്ത്യാനികൾ കടന്നുകൂടുക. എങ്ങനെയാണ് നമ്മിൽ നിന്ന് യേശു നഷ്ടപ്പെടുത്തുന്നു? നമ്മിൽ നിന്ന് നമ്മൾ യേശുവിനെ കൊന്നുകളയുന്നത് നമ്മുടെ സ്നേഹിക്കുന്ന സ്വഭാവത്തെ ചെറുതാണ്, ക്ഷമിക്കുന്ന സ്വഭാവത്തെ ഇല്ലാതാണ്. അപ്പോൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന ആലോചിക്കുക, എനിക്ക് ക്ഷമിക്കുന്ന സ്വഭാവം പതുക്കെ പതുക്കെ ചോർന്നു പോകുന്നുണ്ടോ? ഐക്യത്തോടെ നിൽക്കണമെന്ന ആഗ്രഹം പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നുണ്ടോ? സമാധാനത്തോടെ പോകുന്ന ചിലതിനെ കുത്തിരിപ്പുണ്ടാക്കി അസ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകണം തോന്നുന്നുണ്ടോ? അറിയുക, യേശു നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മളിങ്ങനെ കേൾക്കുന്ന ബോധനങ്ങളൊക്കെയും സാവധാനം യേശുവിനെ കൊല്ലുന്നതാണ്. യേശുവിനെ കൊല്ലാൻ ആണ് സൂത്രം പറഞ്ഞത് എന്ന് പറയുന്ന പോലെ നമ്മൾ കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന ബോധ്യങ്ങളെല്ലാം തമ്മിൽ ഐക്യമുണ്ടാക്കാൻ ഉതകുന്നവയെ മാത്രം ഫോളോ ചെയ്യുക. ബൈബിളിൽ പോലും നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഒരു ശത്രുത മനസ്സിൽ തോന്നിയാൽ അത് അവിടെ അവസാനിപ്പിച്ച് അതിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുക. അപ്പോൾ ആര് നമ്മോട് എന്ത് പറഞ്ഞാലും ഈ പറയുന്ന കാര്യം ഞാൻ ഫോളോ ചെയ്താൽ സമാധാനം ഉണ്ടാകുമോ എന്ന് ആദ്യം ആലോചിക്കുന്നത്. ശത്രുതയും ഭിന്നിപ്പും കലഹവും ദൈവത്തിൽ നിന്നല്ല. അതുകൊണ്ട് സാഹോദര്യം നഷ്ടപ്പെടുത്തുന്ന, ഇന്നലെ വരെ സന്തോഷിച്ച് നടന്നിരുന്നവർ വിരുദ്ധചേരിയാകുന്ന ഒരു ബോധനവും ദൈവത്തിൽ നിന്നല്ല, ബൈബിൾ അനുസാരിയല്ല. പുതിയ മത്സരത്തിലേക്ക് ചുവടുവെച്ച് വയ്ക്കുമ്പോൾ 2024 നിനക്കും നിന്റെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും അനുഗ്രഹമായി മാറാൻ സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ബോധനങ്ങളെ മാത്രം പിൻപറ്റുക. ആരോടും ഒരു അകലം തോന്നുന്ന ബോധനങ്ങളെ അപ്പോൾ തന്നെ തള്ളിക്കളയുക. ജ്ഞാനി അതാണ്. ഈ യേശുവിനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഹെറോദസിന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും നമ്മോട് പലതും പറയും. അപ്പോൾ ഈ പറയുന്ന കാര്യം ചെയ്താൽ എവിടെയാണ് ഇതിന്റെ റിസൾട്ട്? സമാധാനമാണോ എന്ന് പരിശോധിക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ സൗഹൃദങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നു. നമ്മൾ മറ്റു മതത്തിൽ നിന്നെല്ലാം പ്രേമമൊക്കെ ആയിട്ട് വരില്ലേ? അപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ, ഒരു ആൺകുട്ടിയെ കണ്ടെത്താൻ തിരിയുമ്പോൾ ഇത് കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതാണോ എന്ന് ആലോചിക്കണം. കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ബന്ധങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം. ഭിന്നിപ്പിന്റെ ആത്മാവ് ദൈവത്തിൽ. അപ്പൊ മതാന്തര വിവാഹമൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സഞ്ചാരി ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. അവിടെ ധാരാളം ഉദാഹരണത്തിൽ കുറേ മനുഷ്യരുണ്ട്. കേൾക്കാൻ വളരെ നല്ലതാണല്ലോ, ബൈബിൾ നല്ലതൊക്കെ എപ്പോഴും പറഞ്ഞിരിക്കും. പക്ഷെ എവിടെയോ ഒരു ഉദാഹരണം വെറുതെ കയറി പറഞ്ഞാട്ടോ, അത് നല്ല പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകക്രമത്തെ തിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകക്രമത്തെ വിരുദ്ധ രീതിയിൽ നിർത്തുന്ന ബോധനങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഞാൻ ജ്ഞാനിയാണെന്ന് തെളിയിക്കേണ്ടത് ഞാൻ സ്വീകരിക്കുന്ന നിലപാട് മൂലം അനൈക്യമുണ്ടാവില്ല എന്നുറപ്പാക്കുമ്പോഴാണ്. അനൈക്യമുണ്ടാകുന്നുവെങ്കിൽ നാം യേശുവിനെ കൊന്നുകൊണ്ടാണ് ആ നിലപാടെടുക്കുന്നത്. സാഹോദര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു ബോധനവും ദൈവത്തിൽ നിന്നല്ല. ഞാൻ എടുക്കുന്ന നിലപാട് സാഹോദര്യത്തെ കുറച്ചുകൂടി ബലപ്പെടുത്തുമെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകണം. കുഞ്ഞുങ്ങളെ, നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും അത് അസമാധാനത്തിന്, മാതാപിതാക്കൾക്ക് വല്ലാത്ത ഭാരം കൊടുക്കുന്ന സൗഹൃദങ്ങളാവരുത്. കുടുംബത്തിലേക്ക് അസമാധാനം കൊണ്ടുവരുന്ന കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ യാത്ര, സൗഹൃദം, എവിടെ എന്ത് തിരഞ്ഞെടുപ്പിലും യേശുവിനെ കൊന്നുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പാകരുത്. യേശുവിനെ കൊല്ലുക എന്നാൽ സമാധാനം കളയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ് യേശുവിൻ്റെ ജനനവാർത്ത. സമാധാനം സ്ഥാപിക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും നടപ്പാക്കലുകളും മാത്രമേ യേശു വിശ്വാസിയുടേതായി ഉണ്ടാകൂ. സമാധാനം നഷ്ടപ്പെടുത്തുന്ന സൗഹൃദങ്ങളോട് വിട പറയുക. ആ വഴി ഇനി പോകുന്നില്ല. ജ്ഞാനികൾ പുതിയ വഴി പോവുകയാണ്. ഹെറോദസിനെ പോലെ ഈ യേശുവിൻ്റെ ആളാണെന്ന് വരുത്തി തീർക്കുന്നവരുടെ പുറകെയല്ല, യഥാർത്ഥ യേശു വിശ്വാസിയാവുക. ആരോടെങ്കിലും അകലമുണ്ടാക്കുന്ന, വിരോധമുണ്ടാക്കുന്ന ഒരു ബോധനത്തിൻ്റെയും കൂട്ടുപിടിക്കില്ല. അങ്ങനെ ദൈവബോധത്തോട് ചേർന്ന് നമുക്ക് പുതുവത്സരത്തിലേക്ക് കടക്കാൻ ദൈവം
ഈ വേദിയിൽ പ്രത്യേകം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥനകളിലേക്ക് കടന്നു.